ഗുഡ് മോർണിംഗ് എവറിബഡി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ LVMM ആണ് പഠിച്ചത്. മിക്സ്ചർ ലാറ്റന്റ് വേരിയബിൾ മോഡലിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പോപ്പുലറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മെഷീൻ ലേണിങ്ങിൽ കുറച്ച് പോപ്പുലറായിട്ടുള്ളൊരു സബ്ജക്റ്റ്, അല്ലാതെ വേറെ ആരും കേൾക്കാൻ സാധ്യതയില്ല. മെഷീൻ ലേണിങ്ങുമായിട്ട് കാര്യമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കാണ്. That is LDA, Latent Dirichlet Allocation. LDA, Latent Dirichlet Allocation. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണ നമ്മുടെ ഈ സബ്ജക്റ്റിലത്തെ ടോപ്പിക്സൊക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊന്നും കാര്യമായിട്ടുള്ള റിസൾട്ട്സ് ഒന്നും കിട്ടില്ല. പിന്നെ കറക്റ്റ് ആ വേർഡൊന്നും ഒരിക്കലും കിട്ടാറില്ല. പക്ഷേ LDA എന്ന് പറയുന്നത് കുറച്ചൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കുറച്ച് ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് അറിയപ്പെടുന്നതാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ LDA എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ടോപ്പിക് മോഡലിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ടോപ്പിക് മോഡലിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് LDA അല്ലെങ്കിൽ ലേറ്റന്റ് ഡിറിച്ലെറ്റ് അലോക്കേഷൻ. അപ്പോൾ ഈ LDA ഡയറക്റ്റ് പറയുന്നതിന് മുൻപ് എന്താണ് ടോപ്പിക് മോഡലിംഗ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ സപ്പോസ് ഇവർ പറയുന്നത്, ഞാൻ യൂട്യൂബിൽ നിന്ന് നെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ട്, ഒരു വെബ് പേജ് എടുത്തിട്ട് അങ്ങനെ പറയുകയാണ്. ഇതല്ലാതെ 2-3 കണ്ടു ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള വെബ് പേജ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത്, ഇമാജിൻ എ ലാർജ് ലോ ഫേം ടേക്സ് ഓവർ എ സ്മോളർ ലോ ഫേം. അതായത് ഒരു വലിയൊരു കോടതി അല്ലെങ്കിൽ ലോ ഫേം, കോടതിയായിട്ട് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഫീസ് ചെറുതാക്കാൻ പോവുകയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ആൻഡ് ട്രൈസ് ടു ഐഡൻറ്റിഫൈ ദി ഡോക്യുമെൻറ്റ്സ് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസസ്. അവർ ഉള്ള ഡോക്യുമെൻറ്റ്സിനെ പല ടൈപ്പ് ഓഫ് കേസ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്, ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. സച്ച് ആസ് സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ. എന്നിട്ട് പിന്നെ അവർക്ക് ചെറിയ ഓഫീസ് തുടങ്ങി അതിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ദ ഡോക്യുമെൻറ്റ്സ് ആർ നോട്ട് ഓൾറെഡി ക്ലാസിഫൈഡ്. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടില്ല, സ്മോളർ ലോ ഫോം ഒന്നും ചെയ്തിട്ടില്ല, ആകെ മിക്സായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ, ഇങ്ങനെ നമ്മളുടെ കയ്യിൽ ഒരുപാട് സച്ച് എ ലാർജ് നമ്പർ ഓഫ് എന്താ പറയുക മോഡൽസ് ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ, ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ആ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് വഴിയുണ്ട്. പക്ഷേ ഇവിടെ ടോപ്പിക് മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഡാറ്റയിലുള്ള വേർഡ്സ്, കീവേഡ്സോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫീച്ചർ, കീവേഡ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഡോക്യുമെൻറ്റ്സ് ആയതുകൊണ്ട് അതിൽ കീവേഡ്സ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വെച്ചിട്ട് അതിനെ ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, an intuitive way of identifying the documents in such situations. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏത് ഗ്രൂപ്പിൽ പെടും അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യുമെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ടു ലുക്ക് ഫോർ സ്പെസിഫിക് സെറ്റ്സ് ഓഫ് കീവേഡ്സ്. അതിലുള്ള കുറേ കീവേഡ്സ് നമ്മൾ നോക്കുക. ആൻഡ് ബേസ്ഡ് ഓൺ ദ സെറ്റ്സ് ഓഫ് കീവേഡ്സ് ഫൗണ്ട്, കണ്ടുപിടിച്ചിട്ടുള്ള കീവേഡ്സ് ഒക്കെ ഒന്നിച്ച് എഴുതി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിനെ ഗ്രൂപ്പാക്കിയിട്ട് അത് ഏതൊക്കെ ടൈപ്പ് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. പക്ഷേ ക്ലാസിഫൈ ചെയ്യാനുള്ള ഹെഡിങ്സ് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ സിവിൽ കേസസ് അല്ലെങ്കിൽ ക്രിമിനൽ കേസസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസസ് എന്നുള്ള ടോപ്പിക്കൊന്നും നമുക്കറിയില്ല, എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിലെല്ലാമുള്ള കീവേഡ്സ് എടുക്കും. കുറേ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് കുറേ എണ്ണത്തിൽ കാണുന്ന വാക്കുകൾ എടുക്കും. ആ വാക്കുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കും. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യും?
ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഹിയർ ദ ടേം ടോപ്പിക് റെഫേഴ്സ് ടു, ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് കം ടു മൈൻഡ് വെൻ വി തിങ്ക് ഓഫ് എ ടോപ്പിക്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്, മൂവീസ്, പിന്നെ വെബ് സീരീസ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ യൂട്യൂബ്, അല്ലെങ്കിൽ ടെലിവിഷൻ, റേഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് കാണുമ്പോൾ, ഇപ്പോൾ മ്യൂസിക് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് കാണുമ്പോൾ, എന്താ പറയുക, മൂവീസ് എന്നൊക്കെ കാണുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇറ്റ് ഈസ് എ വേ ഓഫ് എൻ്റർടൈൻമെൻറ്റ്, അത് നമ്മുടെ മനസ്സിൽ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചില കീവേഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ഏത് ഗ്രൂപ്പിലേക്ക് എടുത്തിടണം എന്നുള്ളത് തനിയെ ആ ടോപ്പിക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ വരും. ഓരോ ചില കീവേഡ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിൽ പെടും, ഏതിൻ്റെ അണ്ടറിൽ വരും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പെടും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് സെറ്റ്സ് ഓഫ് കീവേഡ്സ് കണ്ടുപിടിക്കുകയും ആ കീവേഡ്സിനെ ബേസ് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടോപ്പിക് എന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ പറയും. നമ്മൾ പറഞ്ഞ ലോ ഫേമിലത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പം അവിടെ വരുന്നത് പ്രോപ്പർട്ടി, ലിറ്റിഗേഷൻ, ടോർട്ട്, അങ്ങനെയുള്ള ഓരോ വാക്കുകളാണ്. റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന എന്താണ്, ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു റിയൽ എസ്റ്റേറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ വേർഡ്സൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് കാണുന്നു, അല്ലെങ്കിൽ ഒരു ലിറ്റിഗേഷൻ എന്ന് കാണുന്നു, അപ്പോൾ അറിയാം ഇത് സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കേസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഓരോ ഡോക്യുമെൻറ്റിലും കാണുന്ന കീവേഡ്സിനെ ബേസ് ചെയ്തിട്ട്, ആ കീവേഡ് ഫൗണ്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടോപ്പിക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എ മോഡൽ ട്രെയിൻഡ് ടു ഓട്ടോമാറ്റിക്കലി ഡിസ്കവർ ടോപ്പിക്സ് അപ്പിയറിംഗ് ഇൻ ഡോക്യുമെൻറ്റ്സ് ഈസ് റെഫേർഡ് ടു ആസ് ടോപ്പിക് മോഡൽ. എന്താണ്, ഡോക്യുമെൻറ്റ്സിൽ കാണുന്ന ഡോക്യുമെൻറ്റ്സിൽ കാണുന്ന ടോപ്പിക്കുകളെ കണ്ടുപിടിക്കുന്ന മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പിക് മോഡൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോഡൽ ദാറ്റ് is used to, or it is trained to find out the type of documents or the topics in documents automatically whenever they see the document. ഒരു ഡോക്യുമെൻറ്റ് കണ്ടാൽ അതിലെ കീവേഡ്സൊക്കെ മനസ്സിലാക്കി അത് ഏതിൻ്റെ അണ്ടറിൽ വരും, ഏത് ടോപ്പിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോപ്പിക് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആസ് സെയിം ആസ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ. ടോപ്പിക് ക്ലാസിഫിക്കേഷനുമായിട്ട് ഇതൊരു ബന്ധമില്ല. ടോപ്പിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചാണ്. അതിൽ മോഡൽ എന്താണ് ചെയ്യുന്നത്, മാനുവലി നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് പ്രീഡിഫൈൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യുക മാത്രമേ എന്തിൽ ചെയ്യുന്നുള്ളൂ, ടോപ്പിക് ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നുള്ളൂ. അതായത് ടോപ്പിക് ക്ലാസിഫിക്കേഷനിൽ എന്താ ചെയ്യുന്നത്, അതിൽ ഓൾറെഡി നമ്മൾ ടോപ്പിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുമ്പം അത് നമ്മൾ കൊടുത്തിട്ടുള്ള ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദ കീവേഡ് ഫൗണ്ട്, ഇങ്ങനൊരു കീവേഡ് കണ്ടാൽ അത് ഇന്ന ടോപ്പിക്കിലേക്ക് മാറ്റിയിടണം എന്നുള്ളത് ആദ്യമേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത്, അതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചാണ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോഡല് കറക്റ്റായിട്ട് ഏതാണോ അതിൻ്റെ ടെക്സ്റ്റ് കാണുന്നത്, ആ ടോപ്പിക്ക് മനസ്സിലാവുന്നത് അതിലേക്ക് അസൈൻ ചെയ്യും. പക്ഷേ ടോപ്പിക് മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചാണ്. അതിൽ നമ്മൾ മുൻകൂട്ടി ഇന്ന ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യണം, ഇന്ന കീവേഡ് കണ്ടാൽ ഇന്ന ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യണം എന്നൊന്നും ആരെ പഠിപ്പിക്കുന്നില്ല, മെഷീനെ പഠിപ്പിക്കുന്നില്ല. ദേ ആർ ലേണിംഗ് ദംസെൽസ് ഫ്രം എ ലോട്ട് ഓഫ് ഡാറ്റ. കുറേ ഡാറ്റാസ് കണ്ട് അതിൽ നിന്ന് പഠിച്ച് അവർ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ പറഞ്ഞു അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചിലത്തെ ഒരുപാട് എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ചെയ്യുന്നത്, ടോപ്പിക് മോഡലിങ്ങിൽ ദ മോഡൽ ഐഡൻറ്റിഫൈസ് ദ ടോപ്പിക്സ് ബൈ ഡിറ്റക്റ്റിംഗ് ദ പാറ്റേൺസ് സച്ച് ആസ്
വേർഡ്സ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ഫ്രീക്വൻസീസ്. കുറേ വേർഡ്സിനെ കണ്ടുപിടിച്ച് അത് എത്ര തവണ വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് ഡോക്യുമെൻറ്റിലാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കുമെന്നൊക്കെ സ്വയം ലേൺ ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ ടോപ്പിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സെയിം ആസ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ടോപ്പിക് മോഡലിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക കുറേ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ദ മോഡൽ ഹാസ് ഗ്രൂപ്പ്ഡ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക്സ്. അതായത് ഇങ്ങനെ കണ്ടുപിടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ്, കൂട്ടമായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടും. ക്ലസ്റ്റേഴ്സ് ഓഫ് വേർഡ്സ്, അതിനൊക്കെ എന്ത് ടോപ്പിക്കാണ് എന്നുള്ളതും കിട്ടും. അങ്ങനെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ വെക്കണം എന്നുള്ള ആ ഒരു വേർഡും അടക്കം ടോപ്പിക് അടക്കം ആ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്സ് അടക്കം ആര് തരും, ടോപ്പിക് മോഡലിംഗിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ടോപ്പിക് മോഡലിംഗ് ചെയ്യുമ്പോൾ ചില അസംഷൻസ് വേണം. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ടോപ്പിക് മോഡലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചില അസംഷൻസ് വെക്കണം. അപ്പോൾ 2 ടൈപ്പ് അസംഷൻസ് ആണ് മെയിനായിട്ട് ടോപ്പിക് മോഡലിങ്ങിൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷണൽ അസംഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ മിക്സ്ചർ അസംഷനും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡിസ്ട്രിബ്യൂഷണൽ അസംഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടോപ്പിക്സ് മേക്സ് യൂസ് ഓഫ് സിമിലർ വേർഡ്സ്. അതായത് ഒരേപോലെയുള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരേപോലെയുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിലായിരിക്കും വരിക. ഓക്കെ, അപ്പം എന്താ പറയുക, ഇപ്പോൾ മൂവീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തിലാണ് വരിക, എൻ്റർടൈൻമെൻറ്റിലാണ് വരിക. അതുപോലെ തന്നെ ഫിലിംസ്, അതുപോലെ മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ എന്തിലാണ് വരിക, എൻ്റർടൈൻമെൻറ്റിൽ തന്നെയാണ് വരിക. അതേപോലെയുള്ള വേറെ കുറേ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവും, അതും എന്താണ്, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് സിമിലർ ടോപ്പിക്സ്, ഒരേപോലെയുള്ള ടോപ്പിക്സ് മേക്സ് യൂസ് ഓഫ് സിമിലർ വേർഡ്സ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മിക്സ്ചർ അസംഷൻ എന്ന് പറഞ്ഞാലോ, ഈച്ച് ഡോക്യുമെൻറ്റ് ഡീൽസ് വിത്ത് സെവറൽ ടോപ്പിക്സ്. ഓരോ ഡോക്യുമെൻറ്റിലും ഒന്നല്ല അതിൽ കൂടുതൽ ടോപ്പിക്സ് വരാൻ സാധ്യത ഉണ്ട്. ഓരോ ഡോക്യുമെൻറ്റിലും ഒന്നിൽ കൂടുതൽ ടോപ്പിക്സ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈച്ച് ഡോക്യുമെൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിക്സഡ് സെറ്റ് ഓഫ് ടോപ്പിക്സ്. അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റിലും ഒരു ടോപ്പിക് അല്ല ഉണ്ടാവുക, ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സിനെ പിന്നെയും ഡിവൈഡ് ചെയ്യും. നോക്കൂ, താഴത്തെ പിക്ചർ നോക്കൂ, കണ്ടോ? ടോപ്പിക് മോഡലിംഗ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ്. നമ്മളുടെ കയ്യിൽ മോർ ദാൻ 1 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ലോട്ട് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടോപ്പിക് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേർഡ്സിന് ടോപ്പിക്. കുറേ വേർഡ്സ് കിട്ടും, ആ വേർഡ്സിനെയൊക്കെ ഗ്രൂപ്പാക്കും, ആ ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക്കും കൊടുക്കും. അതാണ് അവിടെ ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടോ? ആ അതിലോരോ ഒന്നിൽ കൂടുതൽ വേർഡ്സും ഓരോ ടോപ്പിക്കിലും ഉണ്ട്. ഓക്കെ, ഇനി ആ ടോപ്പിക്കുകൾ, അപ്പോൾ അവിടെ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കിട്ടി നമുക്ക്. ഓരോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനും അവരൊരു ഹെഡിങ് കൊടുത്തു, ദാറ്റ് ഈസ് ടോപ്പിക്. ആ ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ പിന്നെയും എന്ത് ചെയ്യണം, കൊടുക്കണം. അതായത് നമ്മൾ മൊത്തം ഡോക്യുമെൻറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ വേർഡ്സ് കണ്ടു. ആ വേർഡ്സിനെയൊക്കെ ഗ്രൂപ്പാക്കിയിട്ട് അതിനെയൊക്കെ ഓരോ ഹെഡിങ് ആക്കി വിളിച്ചു. അപ്പോൾ കുറേ, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിൽ കുറേ ഹെഡിങ് ഉണ്ടാവും, അതുപോലെ സ്റ്റഡീസ്, കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കുറേ ഉണ്ടാവും, കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കുറേ ഉണ്ടാവും, അതുപോലെ പിന്നെന്തായിരുന്നു, ന്യൂസ് റിലേറ്റഡ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കുറേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് നമുക്ക് കിട്ടി. ഈ GK അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, കരിക്കുലർ ആക്ടിവിറ്റീസ്, കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് ടോപ്പിക്സാണ്. ആ ടോപ്പിക്സിൻ്റെയൊക്കെ കീവേഡ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വീണ്ടും ആദ്യം മുതൽ ഒരു ഡോക്യുമെൻ്റ് എടുത്തു. ആ ഡോക്യുമെൻറ്റിൽ ഇതിൽ ഏതൊക്കെ കീവേഡ് വരുന്നുണ്ട് നോക്കി. അപ്പോൾ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കണ്ടാൽ അതിൽ എന്ത് വന്നു, അതിനെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാക്കി.
പിന്നെ വേറൊരു കീവേഡ് കണ്ടാൽ ആ കീവേഡ് അടങ്ങിയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നോക്കി ആ ടോപ്പിക്ക് അതിൽ അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഇതിൽ ഡോക്യുമെൻറ്റ് 1-ൽ ടോപ്പിക് 1, ടോപ്പിക് 2 എക്സെട്ര എന്ന് പറഞ്ഞാൽ ടോപ്പിക് N വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കണ്ടോ? അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റിലും ഒരു ടോപ്പിക്കല്ല ഒന്നിൽ കൂടുതൽ ടോപ്പിക് ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ടോപ്പിക് മോഡലിംഗ്. ഈ ഫിഗർ നിങ്ങൾ പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക. ടോപ്പിക് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ മൊത്തം ഡോക്യുമെൻസിനെ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കുറേ കീവേഡ്സ് കണ്ടുപിടിക്കും. ആ കീവേഡ്സിനെ ഗ്രൂപ്പാക്കും. ഓരോ ഗ്രൂപ്പിനും ഒരു സ്പെസിഫിക് നെയിം കൊടുക്കും. ആ നെയിമാണ് ആ ഗ്രൂപ്പിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഓരോ ഡോക്യുമെൻ്റ് കൊടുക്കും. ആ ഡോക്യുമെൻറ്റിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കീവേഡ് കണ്ടു കഴിഞ്ഞാൽ ആ കീവേഡ് അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള പേരായിട്ടുള്ള ടോപ്പിക് നമ്മളവിടെ കൊടുക്കും. അപ്പം സിവിൽ എന്ന് പറയുന്നപ്പം എന്തെങ്കിലും ഒരു വേർഡ് കണ്ടു, ആ വേർഡ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് സിവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നതാണെന്ന്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, ആ ഡോക്യുമെൻറ്റ് 1-ൽ ടോപ്പിക് 1 എന്നുള്ളിടത്ത് സിവിൽ എന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു വേർഡ് കണ്ടപ്പോൾ മനസ്സിലായി ഇതെന്തും കൂടിയാണ്, ക്രിമിനലും കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, അതിൽ നെക്സ്റ്റ് പേരിൽ ടോപ്പിക് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓരോ വേർഡും എത്ര ഫ്രീക്വൻസിയിൽ അസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിലെ ഏറ്റവും ഹൈ ഫ്രീക്വൻസി, ഏറ്റവും ഹൈ നമ്പർ ഓഫ് ടൈംസ് ഏത് വേർഡാണോ ഒക്കർ ചെയ്തത് ആ വേർഡിലെ ആ ഒരു ടോപ്പിക്കാണ്, അതാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബാർ ഡയഗ്രാമൊക്കെ വരച്ചിട്ട് ഓരോ എന്താ പറയുക ടോപ്പിക്കും എത്ര തവണ വരുന്നുണ്ട്, ഓരോ കീവേഡ്സും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും എത്ര തവണ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും ഹയർ നമ്പർ ഏത് ടോപ്പിക്കാണോ അതിൽ വരുന്നത് ആ ടൈപ്പിലാണ്, ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് ആ ഡോക്യുമെൻറ്റിനെ നമ്മൾ പെടുത്തുക. അങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. LDAയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പിക് മോഡലിംഗ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് മോഡലിങ്ങിൻ്റെ സം ഓഫ് ദ വെൽ നോൺ ടെക്നിക്സ് ഏതൊക്കെയാണ്? ലേറ്റൻറ്റ് സെമാൻറ്റിക് അനാലിസിസ് LSA, പ്രൊബബിലിസ്റ്റിക് ലേറ്റൻറ്റ് സെമാൻറ്റിക് അനാലിസിസ് PLSA, ലേറ്റൻറ്റ് റിച്ച്ലെറ്റ് അലോക്കേഷൻ LDA ആൻഡ് കോറിലേറ്റഡ് ടോപ്പിക് മോഡൽ CTM. ഓക്കെ, ഇത്രയും നമ്മൾ ടെക്നിക്സാണ്. ഇതിൽ നമ്മൾ കോറായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? LDA മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് LDA ആണ്. ഓക്കെ, ഇനി നമുക്ക് LDA എന്താണെന്ന് നോക്കാം. അപ്പോൾ LDA എന്ന് പറയുന്നത് ഒരു ടോപ്പിക് മോഡലിംഗ് ടെക്നിക്കാണ്. നമ്മൾ പറഞ്ഞു കുറേ ടോപ്പിക് മോഡലിംഗ് ടെക്നിക്സിൻ്റെ പേര് 2-3 പറഞ്ഞു. ടോപ്പിക് മോഡലിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി LDA നോക്കുകയാണ്. അപ്പോൾ LDAയുടെ ആ ഒരു പ്രോസസ്സൊക്കെ പറയുന്നതിന് മുൻപ് അതിൻ്റെ വേർഡ് മീനിങ് നമുക്കൊന്ന് നോക്കാം. ലേറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യെറ്റ് ടു ബി ഫൗണ്ട്, ഇനിയും കണ്ടുപിടിക്കാനുള്ളത് എന്നാണ് എന്തിൻ്റെ അർത്ഥം? ലേറ്റൻറ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം. ഓർ ഹിഡൻ ടോപ്പിക്സ്, അതായത് അത് ഉദ്ദേശിക്കുന്നത് ഡോക്യുമെൻറ്റിലെ ഹിഡൻ ടോപ്പിക്സിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് എന്ത്? LDA. ഓക്കെ, ഓരോ ഡോക്യുമെൻറ്റിൽ നിന്നും ഹിഡൻ ടോപ്പിക്സിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഡ്രിച്ച്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ LDAയുടെ അസംഷൻ നമ്മൾ കുറച്ച് പറഞ്ഞു രണ്ടെണ്ണം അല്ലേ. അപ്പോൾ അസംഷനിൽ പറയാത്ത ഒന്നുണ്ട്. നമ്മൾ ഇതിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ LDAയിൽ ഉള്ള ടോപ്പിക്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേർഡ്സ് ഇൻ ദ ടോപ്പിക്സ്, അത് ഡ്രിച്ച്ലെറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അതൊരു ഡ്രിച്ച്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഡ്രിച്ച്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റിൻ്റെ പേരിൻ്റെ ഒരു എൻറ്റയിലാണ്. അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഡ്രിച്ച്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡ്രിച്ച്ലെറ്റ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്ന ടോപ്പിക് ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്കും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേർഡ്സും ഒക്കെ കിടക്കുന്നത് എന്തിലാണ്? ഒരു ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഡ്രിച്ച്ലെറ്റ് ഡിസ്ട്രിബ്യൂഷനിലാണെന്ന്. അലോക്കേഷൻ ഇൻഡിക്കേറ്റ്സ് എന്താണ്? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് തന്നെയാണ് പറയുന്നത്. ഓരോ വേർഡും കണ്ടുപിടിച്ച് ഓരോ ടോപ്പിക്കിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അലോക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? വേർഡ് മീനിങ്. ലേറ്റൻറ്റ് എന്ന് പറഞ്ഞ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കാം.
ഓക്കെ, ഇനി എൽ ഡി എയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. എൽ ഡി എ അസ്യൂംസ് ദാറ്റ് ഡോക്യുമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹെൽപ്പ് ഡിറ്റർമൈൻ ദ ടോപ്പിക്സ് ആൻഡ് മാപ്സ് documents to a list of topics by assigning each word in the document to different topics. അതായത് ഡോക്യുമെൻറ്റ്സിൽ കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് കണ്ടാൽ നമുക്ക് ടോപ്പിക്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നാണ് എൽ ഡി എയുടെ ഒരു അസംഷൻ. ഡോക്യുമെൻറ്റ്സിൽ കുറേ വേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള ചില വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ഓരോ വേർഡും കണ്ടുപിടിച്ച് ഇറ്റ് മാപ്സ് ദാറ്റ് വേർഡ്സ് ടു എ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ബൈ അസൈനിങ് ഈച്ച് വേർഡ് ഇൻ ദ ഡോക്യുമെൻറ്റ് ടു ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് വേർഡ്സും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും? മാപ്പ് ചെയ്യും. ദ അസൈൻമെൻറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അങ്ങനെയുള്ള അസൈൻമെൻറ്റ് നടക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, കണ്ടോ? വേർഡ് 1, വേർഡ് 2, വേർഡ് 3, വേർഡ് 4, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അത് ഈ കഴിഞ്ഞ ഓരോ ഡോക്യുമെൻറ്റിലും ഏതൊക്കെ ടോപ്പിക്കിലെ കീഴിലാണ് വന്നത്, ഏതൊക്കെ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തത്, അത് എത്ര ടൈംസ് വന്നു എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അസൈൻമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. കണ്ടീഷണൽ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ്സിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വേർഡിനെയും ഓരോ ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ലൈൻ നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് എൽ ഡി എ ഇഗ്നോർസ് ദ ഓർഡർ ഓഫ് ഒക്കറൻസ് ഓഫ് വേർഡ്സ്. അത് പറയാം, അതൊന്ന് നോട്ട് ചെയ്യുക. നമ്മളുടെ വേർഡ്സിൻ്റെ ഓർഡർ ഒന്നും എന്തിൽ നോക്കുന്നില്ല? എൽ ഡി എയിൽ നോക്കുന്നില്ല. ആൻഡ് സിൻടാക്റ്റിക് ഇൻഫർമേഷൻ, അത് പറഞ്ഞിരിക്കുന്ന രീതി ശരിയാണോ എന്നുള്ളതൊന്നും അവർ നോക്കുന്നില്ല. ഇറ്റ് ട്രീറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് ആസ് എ കളക്ഷൻ ഓഫ് വേർഡ്സ് ഓർ ബാഗ് ഓഫ് വേർഡ്സ്. അതായത് വേർഡ്സ് മാത്രമാണ് എൽ ഡി എയിൽ നോക്കുന്നുള്ളൂ. ആ വേർഡ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക, ഗ്രാമാറ്റിക്കലാണോ, മീനിങ് തരുന്നതാണോ, അത് എന്താ പറയുക, വാല്യുബിൾ ആണോ എന്നൊന്നും ആര് നോക്കില്ല? എൽ ഡി എ നോക്കില്ല. So even if the document has no any grammatical standard or it has no any correct spelling word or anything else, അതൊന്നും അത് ആര് കാര്യമാക്കില്ല? എൽ ഡി എ കാര്യമാക്കില്ല. ഇറ്റ് ഓൺലി ട്രീറ്റ്സ് ദ വേർഡ്സ്. ഓക്കെ, ഇറ്റ് ട്രീറ്റ് ഈച്ച് ഡോക്യുമെൻ്റ് ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അത് ഓരോ വേർഡ് എടുക്കും, ആ വേർഡ് ഏത് ടോപ്പിക്കിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കും, തീരുമാനിക്കും, ആ ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യും. പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ കുറേ എല്ലാ പ്രോബബിലിറ്റീസും എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുന്നേ ഈ വേർഡ്സൊക്കെ ഏത് ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എത്ര ടൈംസ് വന്നതാണ് എന്ന് നോക്കിയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി എല്ലാം അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കളക്ഷൻ ഓഫ് വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ത്രെഷോൾഡ് പ്രോബബിലിറ്റി ഏതാണോ, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക് ഏതിലാണോ, ഒരു വേർഡ് എടുത്താൽ ആ വേർഡ് ഏറ്റവും കൂടുതൽ തവണ ഏത് ടോപ്പിക്കിലേക്കാണ് അസൈൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പിക്ചർ നോക്കുക, നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും എക്സാമ്പിൾ പറയുകയാണ്. ഇൻ ദ എബോവ് എക്സാമ്പിൾ, ഇഫ് വേർഡ് കെ, വേർഡ് 1, word 3 and word 2 are respectively trees, mountains, rivers and streams. അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. വേർഡ് കെ, വേർഡ് 1, വേർഡ് 2, വേർഡ് 3, അങ്ങനെ വേർഡ് n വരണ്ടല്ലോ. അങ്ങനെ കുറേ വേർഡ്സൊക്കെ ഇതുപോലുള്ള വേർഡ്സാണ്. ട്രീസ്, മൗണ്ടെയിൻസ്, റിവേഴ്സ്, അങ്ങനെ സ്ട്രീംസ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ടോപ്പിക് 1 എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വേർഡ് 1, വേർഡ് 2, വേർഡ് 3, വേർഡ് n എന്നൊക്കെ പറയുന്നത് ട്രീസ്, മൗണ്ടെയിൻസ് എന്നൊക്കെ സ്ട്രീംസ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പിക്ക് എന്തായിരിക്കണം? നേച്ചർ എന്നായിരിക്കണം. ഓക്കെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻപുട്സ് ടു എൽ ഡി എ ഈസ് ദ നമ്പർ ഓഫ് എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ഇൻ ദ ഡോക്യുമെൻറ്റ്. അതാണ് അടുത്ത പോയിൻ്റ്, നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. എൽ ഡി എക്ക് ഒരു ഇൻപുട്ട് ഉണ്ട്.
നമ്മൾ ടോപ്പിക് മോഡലിങ്ങിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷേ LDAക്ക് ഒരു ഇൻപുട്ട് ഉണ്ട്. അതായത് എത്ര ടോപ്പിക്ക് നമ്മൾ കണ്ടുപിടിക്കണം, ഡോക്യുമെൻറ്റിൽ നിന്ന് എത്ര ടോപ്പിക്കായിട്ട് വേണം ക്ലാസിഫിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ അലോക്കേഷൻ നടത്താൻ എന്നുള്ളത് ഇൻപുട്ടായിട്ട് കൊടുക്കണം. നമ്പർ ഓഫ് എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ഇൻ ദ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ ആ എക്സ്പെക്റ്റഡ് ടോപ്പിക്സിൻ്റെ നമ്പർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ടു 3 ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇതൊന്നും നോക്കണ്ട. ഇനി അൽഗോരിതത്തിൻ്റെ LDA അൽഗോരിതം നോക്കാം. LDA അൽഗോരിതത്തിൽ എന്താ പറയുന്നത്? LDAയിൽ നമ്മൾ വേറൊരു അസംഷൻ, ഇപ്പോൾ 4 അസംഷനായി പറയുന്നു. ആദ്യം നമ്മൾ 2 ഓൾറെഡി പറഞ്ഞു, പ്രൊബബിലിസ്റ്റിക് ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് 2 പറഞ്ഞു. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഓരോന്നിൻ്റെയും എന്താ പറയുക, ഡോക്യുമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ ടോപ്പിക്സ്. ഓരോ വേർഡ്സിലും എന്തുണ്ട്? ടോപ്പിക്ക്. ഓരോ വേർഡ് കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ ടോപ്പിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് LDA വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത ഒരു അസംഷൻ പറയുന്നത് എന്താണെന്നറിയോ? ഈച്ച് ഡോക്യുമെൻ്റ് ഈസ് ജനറേറ്റഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ്. ഓരോ ഡോക്യുമെൻറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജനറേറ്റീവ് പ്രോസസ്സ് വെച്ചിട്ടാണ്. അതിലെന്താ ചെയ്യുന്നത്? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കുക, താഴെ നോക്കുക. ഒരു ഡോക്യുമെൻ്റ് എടുത്തു. എ ഡോക്യുമെൻ്റ് ഈസ് മിക്സ് ഓഫ് വേർഡ്സ് അല്ലേ. ഈച്ച് ടോപ്പിക് ഈസ് മിക്സ് ഓഫ് വേർഡ്സ്. എ ഡോക്യുമെൻ്റ് ഈസ് മിക്സ് ഓഫ് ടോപ്പിക്സ്. അതാണ് അവിടുത്തെ പോയിന്റ്. ഒരു ഡോക്യുമെൻറ്റിൽ കുറേ ടോപ്പിക് ഉണ്ടാവും, ഓരോ ടോപ്പിക്കിലും കുറേ വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, നോക്കുക. ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതിൽ 10 വേർഡ്സാണ് അതിലാകെ ഉള്ളത്. ഏതൊക്കെ 10 വേർഡ്സ്? മോണുമെൻറ്റ്സ്, അഡ്വഞ്ചർ, ഹൈക്കിംഗ്, സീനിക്, റെസ്റ്റോറൻറ്റ്സ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽസ്, ഗ്രേറ്റ്, ഗുഡ്, ബാഡ്. ഇതൊക്കെയാണ് നമ്മൾ ആ ഡോക്യുമെൻറ്റിൽ കണ്ടിട്ടുള്ള വേർഡ്സ്. ആ വേർഡ്സിനെ ഗ്രൂപ്പാക്കി എങ്ങനെയാക്കി? അതിനെ 3 ടോപ്പിക്സിൻ്റെ അണ്ടറിലാക്കി ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ടൂറിസം, ഫെസിലിറ്റീസ്, ഫീഡ്ബാക്ക്. ദീസ് ആർ ദ 3 ടോപ്പിക്സ്. ഓക്കെ, ഇൻ ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ദിസ് ഡോക്യുമെൻറ്റ്, ഈ ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എ ടോപ്പിക് ഈസ് സെലക്റ്റഡ് from the document topic distribution, and later from the selected topic a word is selected from the multinomial topic word distributions. അതായത് ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് ഒരു വേർഡ് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ള അസംഷനാണ് ആർക്കുള്ളത്? LDAക്കുള്ളത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിനെ പറയുന്നതാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ LDA അസ്യൂം ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ അസംഷൻ ഓഫ് LDA. വൈൽ ഐഡൻറ്റിഫൈങ് ദ ടോപ്പിക്സ് ഇൻ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നേരെ തിരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറേറ്റീവ് പ്രോസസ്സ് ചെയ്തത് മൊത്തം ഡോക്യുമെൻറ്റിനെ പല ടോപ്പിക്കായിട്ട് മാറ്റി ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതെങ്കിലും ഒരു വേർഡ് ചൂസ് ചെയ്തു അല്ലേ. ഇവിടെ നേരെ തിരിച്ച് നമുക്ക് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡസ് ദ ഓപ്പോസിറ്റ് ഓഫ് ജനറേഷൻ പ്രോസസ്സ്. ജനറേഷൻ പ്രോസസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേർഡാണ് അല്ലേ. LDA ബിഗിൻസ് വിത്ത് റാൻഡം അസൈൻമെൻറ്റ് ഓഫ് ടോപ്പിക്സ്. നമ്മളൊരു വേർഡ് എടുത്ത് അതിനെ റാൻഡംലി ഏതെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യാണ് കേട്ടോ. ടു ഈച്ച് വേർഡ് ആൻഡ് ഇറ്ററേറ്റീവ്ലി ഇംപ്രൂവ്സ് ദ അസൈൻമെൻറ്റ് ഓഫ് ടോപ്പിക്സ് ടു വേർഡ്സ് ത്രൂ ഗിബ്സ് സാമ്പിളിംഗ്. നമ്മൾക്ക് ഈ മെഷീൻ ലേണിങ്ങിൽ കുറേ സ്ഥലത്തായിട്ട് വരുന്ന ഒരു വാക്കാണ് ഗിബ്സ് സാമ്പിളിംഗ്. പക്ഷേ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെയും അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊരു ജസ്റ്റ് ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗിൻസ് വിത്ത് റാൻഡം അസൈൻമെൻറ്റ് ഓഫ് ടോപ്പിക്സ് ടു ഈച്ച് വേർഡ്. അതായത് റാൻഡംലി ഓരോ ടോപ്പിക്കും
അല്ലെങ്കിൽ ഓരോ വേർഡും എടുത്തിട്ട് ഓരോ ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റീവ്ലി പിന്നെയും അഗെയിൻ ആൻഡ് അഗെയിൻ ദിസ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡൺ. വീണ്ടും ഈ ഓരോ വേർഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നടത്തുന്നു. അങ്ങനെ ഐട്രേറ്റീവ്ലി അങ്ങനെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ആ ഒരു മെത്തേഡിൻ്റെ ആ ഒരു LDAയുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ LDAയുടെ അൽഗോരിതാണ് താഴെ ഈ പിക്ചറിൽ കാണുന്നത്. LDAയുടെ അൽഗോരിതാണ് കാണുന്നത്. ആദ്യം തന്നെ നമ്മൾ K ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്തു. എന്നിട്ടോ M ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. K ടോപ്പിക്സും M ഡോക്യുമെൻറ്റിലും നമ്മൾ സെർച്ച് ചെയ്ത് റാൻഡംലി അസൈൻ ഈച്ച് വേർഡ് ഇൻ ദ ഡോക്യുമെൻറ്റ് ടു വൺ ഓഫ് ദ K ടോപ്പിക്സ്. അപ്പോൾ K ടോപ്പിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വാക്കും എടുക്കുക. ആ വാക്ക് നമ്മൾ വെറുതെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഓരോ ഡോക്യുമെൻറ്റും എടുക്കുക. ഓരോ ഡോക്യുമെൻറ്റിൽ ഓരോ വേർഡിലേക്ക് നോക്കുക. എന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, പ്രൊപ്പോർഷൻ ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് അസൈൻ ടു ടോപ്പിക് TK. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ അസൈൻ ചെയ്ത ടോപ്പിക്കിലേക്ക് ആകെ മൊത്തം എത്ര ഡോക്യുമെൻറ്റ്സ് മാപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ എ ഗിവൺ വേർഡ് WJ. ഈ വേർഡ് കണ്ടാൽ ഓക്കെ, ഇപ്പം മൂവീസ് എന്നൊരു വേർഡ് കണ്ടാൽ അതിനെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് എത്ര ആ മാപ്പ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ആ ഒരു പ്രൊപ്പോർഷനാണ് ഫസ്റ്റ് ഫൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി, പ്രൊപ്പോർഷൻ ഓഫ് വേർഡ്സ് ഇൻ ഡോക്യുമെൻറ്റ് DI ദാറ്റ് ആർ അസൈൻ ടു ടോപ്പിക് TK. ആ ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്ത ഡോക്യുമെൻറ്റിൽ എത്ര വേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വേർഡ് എടുത്തു, അസൈൻ ചെയ്തു, വേർഡ് എടുത്തു, ടോപ്പിക്കിലേക്ക് അസൈൻ ചെയ്തു, അങ്ങനെ മൊത്തം കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും ഡോക്യുമെൻറ്റ് 1 എടുത്തു. അതിലെ ടോപ്പിക് എന്താണെന്ന് നോക്കി. ആ ടോപ്പിക്കിലേക്ക് ഈ വേർഡ് കണ്ടാൽ, അതായത് ഒരു വേർഡ് എടുക്കുക, ആ വേർഡ് കണ്ടാൽ ഈ ഇന്ന ടോപ്പിക്കിലേക്ക്, ഇപ്പോൾ മൂവീസ് എന്ന് കണ്ടാൽ എൻ്റർടൈൻമെൻറ്റിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, അങ്ങനെ ഏതൊക്കെയാണെന്ന് നോക്കി അതിനുശേഷം എത്ര വേർഡ് ആ ഡോക്യുമെൻറ്റിൽ ആ ടോപ്പിക്കിൽ എത്ര വേർഡ് ഉണ്ട് എന്നുള്ളതും നോക്കി. അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേർഡിൻ്റെ പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ദിസ് വേർഡ് ടു ബി ഇൻ ദിസ് ടോപ്പിക്, ഇൻ ദ റിക്വയർഡ് ടോപ്പിക് ആൻഡ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഈ ഒരു റിക്വയർഡ് ടോപ്പിക്കിൽ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്കിലേക്ക് നമ്മളുടെ ഈ വേർഡ് അസൈൻ ചെയ്യാൻ വേണ്ട പ്രോബബിലിറ്റി അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, ഇതുപോലെ ഓരോ വേർഡിലൂടെയും ലൂപ്പ് ചെയ്യുക വീണ്ടും. എന്നിട്ട് അവിടെ പ്രോബബിലിറ്റി കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അസൈൻ ദ ടോപ്പിക് ഫോർ കറൻ്റ്ലി സെലക്റ്റഡ് വേർഡ്. ആ ഒരു പ്രോബബിലിറ്റി വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അസൈൻ ദ ടോപ്പിക്. ഇതിനെ വേറെ ടോപ്പിക്കിലേക്ക് എടുത്തിടണമെങ്കിൽ വേറെ ടോപ്പിക്കിലേക്ക് എടുത്തിടുക പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ നമ്മൾ ഐട്രേറ്റീവ്ലി ഓരോ വേർഡിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും അസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഗിവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാ ഐട്രേഷൻസും കംപ്ലീറ്റ് ആവുന്നത് വരെ ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് LDAയുടെ അൽഗോരിതം. പറ്റാവുന്നവർ നോക്കുക, പഠിക്കുക. എക്സാമിന് വരുമോ എന്ന് പറയാൻ പറ്റില്ല. LDA എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. ആ ഒരു ഫിഗർ അങ്ങോട്ട് വരച്ച് വെക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഈ 5-6 സെൻറ്റൻസ് ഒന്ന് പഠിക്കുക, എഴുതാം കേട്ടോ. നെക്സ്റ്റ് വൺ, സം റിയൽ വേൾഡ് നോവൽ അപ്ലിക്കേഷൻസ് ഓഫ് LDA. അപ്പോൾ നമ്മൾ LDA എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തിനായിരുന്നു? ടു ഫൈൻഡ് വേർഡ് ക്ലസ്റ്റേഴ്സ് അല്ലേ. വേർഡ് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഫ്രം ഇൻ എ ടെക്സ്റ്റ് ഡാറ്റ. ഒരു ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേർഡ്സ് സെർച്ച് ചെയ്ത് അതിൻ്റെ ടോപ്പിക്കായിട്ട് ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് LDA ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ LDA വേറെ കുറേ കാര്യങ്ങൾക്കും അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ചിലതാണ് പറയുന്നത്. നിങ്ങൾക്കിത് ഫുള്ള് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഈ യെല്ലോ മാർക്ക് ചെയ്തത് മാത്രം വായിക്കുക. ടു ഓർഗനൈസ് ആൻഡ് മാനേജ് എ ലോട്ട് ഓഫ് കണ്ടൻറ്റ്സ്. ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, അതിനെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും,
LDA ഉപയോഗിക്കും. റെക്കമെൻഡേഷൻ എഞ്ചിൻ ഫോർ ബുക്സ് ബേസ്ഡ് ഓൺ ദെയർ വിക്കിപീഡിയ ആർട്ടിക്കിൾസ്. ബുക്കുകൾ കുറേ എണ്ണമുണ്ട്. ആ ബുക്കുകൾക്ക് വിക്കിപീഡിയയിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബുക്സ് റെക്കമെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തത് മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കാണെങ്കിൽ എനിക്ക് ബുക്കെന്ന് വേണ്ട, ഞാൻ എൻ്റെ ഗൂഗിൾ സെർച്ചിൽ കിടക്കുന്നത് മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന വേർഡ്സ് ഉള്ള ആർട്ടിക്കിൾസ് നമുക്ക് റെഫർ ചെയ്ത് തരും. ആ ബുക്സ് നമുക്ക് റെഫർ ചെയ്ത് തരും. അങ്ങനെ ഒരു റെഫറൻസ് എഞ്ചിനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, LDA ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കുറേ ഡോക്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ കുറേ ബുക്സ് ഉണ്ടാവും. ആ ബുക്സിനെ ബേസ് ചെയ്ത് ഒരുപാട് പേര് ആർട്ടിക്കിൾസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ജനറേറ്റീവ് പ്രോസസ്സ് വെച്ചിട്ട് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി വേർഡ്സും അല്ലെങ്കിൽ വേർഡ്സിൻ്റെ കോമ്പിനേഷനും ഏത് ടോപ്പിക്കിലാണ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ച് വെക്കും ത്രൂ ജനറേറ്റീവ് പ്രോസസ്സ്. എന്നിട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു സെർച്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വേർഡ് വരുന്ന ടോപ്പിക്കിൽ വരുന്ന ആർട്ടിക്കിൾസും അതിൻ്റെ ബുക്സും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. അതാണ് സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ഡിഫറൻഷ്യൽ ജീൻ എക്സ്പ്രഷൻ ഇൻ ക്യാൻസർ എറ്റിയോളജി ആൻഡ് സെല്ലുലാർ പ്രോസസ്. മെഡിക്കൽ ഫീൽഡിൽ ക്യാൻസർ എറ്റിയോളജിയിലും അതുപോലെ തന്നെ സെല്ലുലാർ പ്രോസസ്സിലുമൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ജീൻ എക്സ്പ്രഷൻസ്, പല പല ജീൻസ് എങ്ങനെ വരുന്നു, ഓരോ ജീനും എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ടോപ്പിക് ക്ലാസിഫൈ ചെയ്യാം, അതെങ്ങനെ വരുന്നു എന്നുള്ള എന്താ പറയുക മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ഉപയോഗിക്കും, LDA ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് LDAയുടെ ആപ്ലിക്കേഷൻസ്. ഇനി വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നെറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെബ് പേജിൻ്റെ അഡ്രസ്സ് URL ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത PDF-ഉം സെൻഡ് ചെയ്ത് തരാം. വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ ആർക്കെങ്കിലും പോയിൻറ്റ്സ് സിമ്പിളായിട്ടുള്ളതോ എക്സ്ട്രാ പോയിൻറ്റ്സോ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യുക, എനിക്കൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് LDA. അതൊരു ടോപ്പിക് മോഡലിംഗ് കോൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു.